ഹലോ, വെൽക്കം ബാക്ക് ടു നമ്മി റെസിപ്പീസ്. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പയർ തോരൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുന്നു. 1/2 കിലോ പയറും 1 സവാളയും ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുക. 1/2 മുറി തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, 1 നുള്ളു ജീരകം, 1 ചെറിയ വെളുത്തുള്ളി ഫുള്ള്, 2 തണ്ട് കറിവേപ്പില, ഇത്രയും ചതച്ചെടുക്കുക. ഉപ്പ് നമുക്ക് പയറിൻ്റെ കൂടെ ചേർത്താൽ മതി. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറും സവാളയും അതിലോട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുക്ക് ചെയ്യാം. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഈ തോരൻ പെട്ടെന്ന് ചീത്തയാവില്ല. ഒരു 1/4 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. എന്നാലേ ഞാൻ ഏത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചതച്ച് വെച്ച അരപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 15 മിനിറ്റ്സ് കുക്കായിട്ടുണ്ട്. ആദ്യം 5 മിനിറ്റ്, പിന്നെ ഒരു 10 മിനിറ്റ്, അങ്ങനെ മൊത്തം 15 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഈ അരപ്പൊക്കെ നല്ല ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊക്കെ ഒരുമാതിരി വറ്റിയിട്ടുണ്ട്. വീണ്ടും ഒരു 2-3 മിനിറ്റ് കൂടെ ഞാൻ അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. വെള്ളമായി ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പൊക്കെ ഈ സമയത്ത് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചെറിയ ചെറിയ ഡിഫറൻസ് കാണും തോരൻ ഉണ്ടാക്കുന്നതിലൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.